ഗസ ഓപ്പറേഷൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ബെന്യാമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ അതിജീവനത്തിനു വേണ്ടിയാണെന്നാണ് ഇസ്രായേലിൽ തന്നെ പരക്കെയുള്ള സംസാരം. സൈന്യം മുതൽ പ്രതിപക്ഷ പാർട്ടികളും ബന്ദികളുടെ ബന്ധുക്കളുമെല്ലാം ഇതേ കാര്യം പരസ്യമായി പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ IDF, മൊസാദ് എതിർപ്പുകളെല്ലാം അവഗണിച്ച് നെതന്യാഹു ഖത്തറിനെ ആക്രമിക്കാൻ തീരുമാനിച്ചതിലും ഇതേ കാരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എണ്ണമറ്റ അഴിമതി കേസുകളിൽ നെതന്യാഹുവിനെ ജയിലറകൾ കാത്തിരിപ്പുണ്ട്. ഖത്തർ ആക്രമണം നടന്ന അതേ ദിവസവും ആ കേസുകളിലൊന്നിൽ നെതന്യാഹുവിന് കോടതി കയറിയിറങ്ങേണ്ടി വന്നു. ഒരു ഭാഗത്ത് നെതന്യാഹു സ്വന്തം കാര്യം സുരക്ഷിതമാക്കുമ്പോൾ മറുഭാഗത്ത് ജീവിതം നഷ്ടപ്പെട്ടൊരു ഹതഭാഗ്യനുണ്ട്. ഇതേ നെതന്യാഹു കുടുംബത്തിൽ തന്നെ. അവ്നർ നെതന്യാഹു. നിരന്തര യുദ്ധങ്ങൾ കാരണം പലതവണ അവ്നറിന്റെ വിവാഹം മുടങ്ങിയിരുന്നു. ഇപ്പോഴിതാ ആ ബന്ധത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങിയിരിക്കുകയാണ് അവ്നറിന്റെ ദീർഘകാല പങ്കാളി അമിത് യാർദേനി. ആ വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം എൻ്റെ അപ്തിലേക്ക്. ഒക്ടോബർ 7 ഗസ ആക്രമണം, ഹിസ്ബുല്ല ഓപ്പറേഷൻ, ഇറാൻ യുദ്ധം, ഒടുവിൽ ഖത്തർ ആക്രമണവും. ഒന്നിനു പിറകെ ഒന്നായി സംഘർഷങ്ങളിൽ നിന്ന് സംഘർഷങ്ങളിലേക്ക് പോകുകയാണ് ഇസ്രായേൽ. എല്ലാം നെതന്യാഹു ഭരണകൂടം തന്നെ വരുത്തിവെച്ച യുദ്ധങ്ങളും സംഘർഷങ്ങളും. ഇറാൻ ആക്രമണത്തിൽ നിന്ന് മാത്രമാണ് ഇസ്രായേൽ ഊരിപ്പോരാൻ അല്പം വ്യഗ്രത കാട്ടിയത്. ഒടുവിൽ US-നോട് കേണപേക്ഷിച്ച് ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഇറക്കിയാണ് ആക്രമണം അവസാനിപ്പിച്ചത്. എന്നാൽ ഗസയിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുകയാണ് ഓരോ ദിവസവും. മുനമ്പിലെ പ്രശ്നങ്ങൾക്ക് അവസാനം കാണാനെന്ന പേരിൽ ഏറ്റവും അവസാനം ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറും നെതന്യാഹുവിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് നേരിട്ട് മുടക്കുന്നതിന് പകരം ചർച്ചകൾ പൊളിക്കാനായി മധ്യസ്ഥ രാജ്യമായ ഖത്തറിന്റെ മണ്ണിൽ തന്നെ അവർ ബോംബിട്ടത്. അതും US നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്ന ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടും. സംഘർഷങ്ങൾ അങ്ങനെ ഒടുക്കമില്ലാതെ തുടരുമ്പോൾ അപ്പുറത്ത് 2 യുവമിഥുനങ്ങളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അനന്തമായി നീണ്ടുപോകുന്നത്. വിവാഹം കഴിച്ച് ഒന്നിച്ചു കഴിയാനുള്ള അവ്നറിന്റെയും അമിത് യാർദേനിയുടെയും ദാമ്പത്യ മോഹങ്ങളാണ് സ്വന്തം പിതാവിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധം കാരണം 2 തവണ വിവാഹ ചടങ്ങ് മാറ്റിവെക്കപ്പെട്ടു. അതിനിടയിൽ ആർഭാടപൂർവ്വം മൈലാഞ്ചി കല്യാണം നടന്നു. പക്ഷേ യുദ്ധമെല്ലാം കെട്ടടങ്ങി കല്യാണം കഴിക്കുക അവർക്ക് മുന്നിൽ സ്വപ്നമായി മാറുകയായിരുന്നു. 2024 നവംബർ 26-നായിരുന്നു അവ്നറിന്റെ വിവാഹം ആദ്യം നിശ്ചയിച്ചിരുന്നത്. അന്ന് തിരിച്ചടിയായത് ഹിസ്ബുല്ല ആക്രമണമായിരുന്നു. ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിൽ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു അന്ന്. ചടങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നെതന്യാഹുവിന്റെ സ്വകാര്യ വസതി ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല ആക്രമണം നടന്നിരുന്നു. മെഡിറ്ററേനിയൻ നഗരമായ സീസറിയയിലെ വീടിനു നേരെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ച ആക്രമണം. ഇസ്രായേൽ നിരീക്ഷണ സംവിധാനങ്ങളുടെ എല്ലാം കണ്ണ് വെട്ടിച്ചായിരുന്നു ഹിസ്ബുല്ല ഡ്രോണുകൾ അവിടെ എത്തിയത്. ഡ്രോൺ ആക്രമണത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് കടുത്ത സുരക്ഷാ ഭീഷണിയിലായിരുന്നു നെതന്യാഹു. സൈന്യം നെതന്യാഹുവിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ശക്തമാക്കി. ദിവസങ്ങളോളം ബങ്കറിലാണ് അദ്ദേഹവും കുടുംബവും കഴിഞ്ഞതെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തുറന്ന സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ പൊതുവേദിയിൽ എവിടെയെങ്കിലും വെച്ച് വിവാഹ ചടങ്ങ് നടത്തുന്നത് ആത്മഹത്യാപരമാകുമെന്നായിരുന്നു ഇന്റലിജൻസ് മുന്നറിയിപ്പ്. അങ്ങനെ അവ്നറിന്റെ ആദ്യത്തെ മാംഗല്യ സ്വപ്നങ്ങൾ ഹിസ്ബുല്ല ഭീഷണിയിൽ കത്തിയെരിഞ്ഞു. അടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ 2-ാം വാരമായിരുന്നു. അന്ന് പക്ഷേ സ്ഥിതിഗതികൾ അല്പം കൂടി ഗുരുതരമായിരുന്നു. ഇറാനിൽ ഇസ്രായേൽ വമ്പൻ വ്യോമാക്രമണം നടത്തിയ സമയമായിരുന്നു അത്. ഇറാൻ സൈന്യത്തിലെ ഏറ്റവും പ്രധാന ചുമതലകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തൊട്ടുപിന്നാലെ ഇറാന്റെ ശക്തമായ തിരിച്ചടിയുമുണ്ടായി. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് തെല്ലവീവും ജെറുസലേമും ഹൈഫയുമെല്ലാം ലക്ഷ്യമിട്ട് വർഷിച്ചത്. അവിടങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും മൊസാദിന്റെ ആസ്ഥാനം വരെ ആക്രമിക്കപ്പെട്ടു. സൈനിക താവളങ്ങളും ഒട്ടും സുരക്ഷിതമായിരുന്നില്ല. നിരവധി പാർപ്പിട സമുച്ചയങ്ങളും നിമിഷാർദ്ധങ്ങൾ കൊണ്ട് ചാരമായി മാറി. ഇസ്രായേലിന്റെ കേളികേട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ട നാളുകളായിരുന്നു അത്. അയൺ ഡോം, ഏരോ, ഡേവിസ്ലിംഗ് എന്നിങ്ങനെയുള്ള ഇസ്രായേലിന്റെ സ്വന്തം മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളും അമേരിക്ക നൽകിയ താടുമെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ നോക്കുകുത്തിയായി. പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധമുനമ്പിൽ നിർത്തിയ ആ ആക്രമണത്തിനിടെയായിരുന്നു അവ്നറിന്റെ വിവാഹം മാറ്റി നിശ്ചയിച്ചിരുന്നത്. സെൻട്രൽ ഇസ്രായേലിലെ യാക്കൂബി കിബൂച്ചിലുള്ള അത്യാഡംബര വേദിയിൽ ജൂൺ 16-നായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഇത്തവണ ഇറാന്റെയും ഹമാസിന്റെയും ഭീഷണി മാത്രമല്ല, നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഗസയിൽ ബന്ദികളും സൈനികരും നരകിക്കുമ്പോൾ നെതന്യാഹു മകന്റെ കല്യാണം അത്യാഡംബരങ്ങളോടെ ആഘോഷിക്കുകയാണെന്ന് വലിയ വിമർശനമുയർന്നു. ഒടുവിൽ ഒരിക്കൽ കൂടി സുരക്ഷാ ഭീഷണികളെ തുടർന്ന് ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോഴിതാ അവ്നറിന്റെ പങ്കാളി യാർദേനി ബന്ധത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി പിന്മാറിയെന്നാണ് ഇസ്രായേൽ ഹായും റിപ്പോർട്ട് ചെയ്യുന്നത്. ദീർഘകാലമായി ലിവിംഗ് ടുഗദറിലായിരുന്നു അവ്നറും യാർദേനും. ഒരുമിച്ചായിരുന്നു ഇരുവരും ഇത്രയും കാലം താമസിച്ചിരുന്നത്.
എന്നാൽ അവ്നറിന്റെ അപ്പാർട്ട്മെന്റ് വിട്ട് യാർദേനി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നോയ് ബാർ എന്ന മുൻ കാമുകി ബന്ധത്തിൽ നിന്ന് പിന്മാറിയ ശേഷമാണ് യാർദേനുമായി അവ്നർ അടുക്കുന്നത്. 2022 ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദം പരസ്യമാക്കുന്നതും. 3 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കാമുകിയും അവ്നറുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു.